ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജീസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ തീരുമാനങ്ങളെയൊക്കെ ഈ ഒരു എനർജി അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജീസ് എന്തൊക്കെയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള എനർജീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തതിന് ചെയ്യാൻ പറ്റും, എന്ത് ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ കറണ്ട് എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം. അതിനു മുമ്പ് ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ റീഡിംഗ് ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. ഞാൻ എടുക്കുന്ന റീഡിങ്ങുകൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ട് കളയുക. അനാവശ്യമായിട്ട് ഒരു എനർജീസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് എനർജീസ് എല്ലാം ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജീസ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു റീഡിംഗ് ചെയ്യുന്നത്. സോ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് നോക്കാം, ടാരോയോട് ചോദിച്ച് നോക്കാം, വാട്ട് ഇസ് യുവർ കറണ്ട് എനർജി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ, ടാരോ പ്ലീസ് ഗൈഡ് മീ. എന്താണ് ഇപ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജി? നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. നിങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജി എന്താണ്? നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജി എന്താണ്? നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജീസ് എന്താണെന്ന് നോക്കാം. വാട്ട്സ് യുവർ കറണ്ട് എനർജി? നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജീസ് എന്തൊക്കെയാണ്? കാർഡ് നമ്പർ 1. നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജീസ് എന്തൊക്കെയാണ്? കാർഡ് നമ്പർ 2. നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജീസ് എന്തൊക്കെയാണ്? നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് എനർജീസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. കാർഡ് നമ്പർ 1, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. കാർഡ് നമ്പർ 2, 4 ഓഫ് കപ്സ്. Card number 3, the Fool, and card number 4, the Sun. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് 10 ഓഫ് കപ്സ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഫാമിലി സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം സക്സസ്സിന് ഫാമിലിയെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, കരിയർ ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഇത് മേജറായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്രൗണ്ടഡ് ഫേസിലാണ്. നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പണം ഉണ്ടാക്കുന്ന കാര്യം, ലൈഫിൻ്റെ ഒരു ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ലോങ് ടേം വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. നേരത്തെ അന്നത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ, നിങ്ങളുടെ ഭാവിയെ വളരെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയാണുള്ളത്. അതൊരു സ്ട്രോങ് മെച്യൂർ എനർജിയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് നിങ്ങൾക്ക് മാനസികമായി പക്ഷേ എവിടെയൊക്കെയോ ഭയങ്കര മിസ്സിംഗ് ഉണ്ട്, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു തൃപ്തിയില്ലായ്മയുണ്ട്. വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഒരു തൃപ്തിക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരിൽ നിന്നും ഡിസ്കണക്റ്റ് ആയിട്ട് ചിലപ്പോൾ എൻ്റയർ ഫാമിലിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഫോണൊക്കെ ഓഫ് ചെയ്ത് ആരുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ മൊത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം മാറ്റി വയ്ക്കുക. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ കൂടി അവരോട് സംസാരിക്കാനുള്ള താല്പര്യം കാണിക്കാതിരിക്കുക. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും, പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, കരിയറിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പലപ്പോഴും വൈകാരികമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആളുകളെ നിങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്, ആളുകളുമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ വരുന്നത് നിങ്ങൾ മേ ബി കാണാതെ പോലെ ഇരിക്കുന്നുണ്ട്. ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുന്നത് നിങ്ങൾ ഒഴിവാക്കി വിടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ട്, പക്ഷെ നിങ്ങൾ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിംഗ് ആണ്. നിങ്ങളത്ര ഹാപ്പി അല്ല എന്ന ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നു. സോ നിങ്ങൾക്കൊരു ഇന്നർ ഇമോഷണൽ ബ്ലോക്കേജ് ഇവിടെയുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരേ സമയത്ത് ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇമോഷണലി അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴും, നിങ്ങൾ ആളുകളെ സ്വീകരിക്കാതിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യം വരിക, പുതിയൊരു വഴി തിരഞ്ഞെടുക്കുക, മേ ബി കരിയറിലൊക്കെ പുതിയൊരു തുടക്കം, നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് പുതിയൊരു കാര്യം തുടങ്ങാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇമോഷണലി നിങ്ങൾ വളർത്തിക്കും സ്റ്റക്കാണ്. ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമോഷണലി നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, ഈ മെൻ്റൽ ബ്ലോക്കേജിന് കാരണം. ഇന്നർ ബ്ലോക്കേജ് ആണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മടി ഉണ്ടായിട്ടുണ്ട്, അതായത് മുന്നോട്ട് പോകാനുള്ളൊരു മടി, അതായത് എല്ലാം വിശ്വസിച്ച്, യൂണിവേഴ്സിനെ വിശ്വസിച്ച്, പ്രപഞ്ചത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും തയ്യാറല്ല എന്നുള്ളതാണ്. സോ 4 ഓഫ് കപ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുകയോ കാണുകയോ ചെയ്യുന്നില്ല എന്ന ഈ ഒരു കാര്യവും പറയുന്നു. സോ നിങ്ങൾ വൈകാരികമായിട്ട് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു കാര്യം, സന്തോഷമുള്ള ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന, സക്സസ് കൊണ്ടുവരുന്ന ഒരു കാര്യം എൻറ്റർ ചെയ്യാനായിട്ട് പ്രപഞ്ചം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പോസിറ്റിവിറ്റി തരുന്ന, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് തരുന്ന, സന്തോഷങ്ങൾ തരുന്ന, ഓക്കെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു അലൈൻമെൻറ്റിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള, പുറമേ നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകളുടെ ഒരു നെഗറ്റീവ് എനർജി പേടിക്കേണ്ട. കാരണം നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി എവോൾവ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾക്കുള്ള ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റേർണൽ ബ്ലോക്കാണ്, മാനസികമായിട്ടുള്ള ബ്ലോക്കേജാണ്. സോ നമുക്ക് ഇനി അതിന് എന്ത് സൊല്യൂഷൻ എടുക്കാം എന്ന് നോക്കാം. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു എനർജി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോൾ എന്ത് കാര്യമാണ് നിങ്ങളതിനെ റെമഡി ആയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷനായിട്ട് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. കാരണം ഇതൊരു ഇൻറ്റേർണൽ ബ്ലോക്കേജ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ബ്ലോക്കേജ് ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. സോ ഇന്നർ ബ്ലോക്ക് നമുക്കൊന്ന് റിമൂവ് ചെയ്യാനുള്ള കാർഡ്സ് എടുത്ത് നോക്കാം. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ റൂട്ട് കോസ് എന്താണ്, അതായത് നിങ്ങളുടെ ഈ ഒരു സന്തോഷമില്ലായ്മ, നിങ്ങൾ പല കാര്യങ്ങളും ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിലും സന്തോഷമില്ലായ്മയുടെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് നോക്കാം. എന്താണ് അതിൻ്റെ ഒരു ഇന്നർ കോസ്, റൂട്ട് കോസ് ഓഫ് ദിസ് ബ്ലോക്ക് എന്താണ്? സോ കാർഡ് നമ്പർ 1, നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ ഒഴിവാക്കുന്നത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഇവനൊരു മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, നമ്മൾ എന്താണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കട്ടെ. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാതെ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇഗ്നോർ ചെയ്യണത്? മേ ബി ആ ഒരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുത്താൽ തന്നെ നിങ്ങൾക്ക് പല സൊല്യൂഷൻസും ഇവിടെ കിട്ടിയെന്നിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങളിപ്പോൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ എങ്ങനെ ഹീൽ ചെയ്യണം എന്ന് നോക്കാം. ഇമോഷണലി നിങ്ങൾ എങ്ങനെ ഹീൽ ചെയ്യണം, കാരണം ഇമോഷണൽ ബ്ലോക്ക് ആണല്ലോ നിങ്ങൾക്ക്. സോ ഇമോഷണലി നിങ്ങൾ എങ്ങനെ ഹീൽ ചെയ്യണം നോക്കാം. നിങ്ങൾ എങ്ങനെയാണ് ഇമോഷണലി ഹീൽ ചെയ്യേണ്ടത്? സോ നമുക്ക് കാർഡ്സ് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയപ്പോൾ ദ ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്? 4 ഓഫ് സോർഡ്സ് ആണ്. ഇമോഷണലി നിങ്ങൾ എങ്ങനെ ഹീൽ ചെയ്യണം നോക്കിയപ്പോൾ ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഹീലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്കേജ് എങ്ങനെ മാറ്റാമെന്ന് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുകളെ അറിയപ്പെടാൻ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ ഇന്നർ ബ്ലോക്കേജുകൾ കൊണ്ട് തന്നെയാണ്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്, അതായത് നിങ്ങളുടെ റൂട്ട് കോസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇമോഷണൽ ബ്ലോക്കേജിൻ്റെ റൂട്ട് കോസ് എന്ന് പറഞ്ഞ് കിട്ടിയത് ദ ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡാണ്. സോ നിങ്ങളുടെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ഡിസിഷൻ, നിങ്ങൾ എടുത്തിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു കണക്ഷനാണ് നിങ്ങളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു എക്സ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ വളരെ ആഴത്തിൽ ഇഷ്ടപ്പെട്ട ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, അവിടെ നിന്നുണ്ടായിട്ടുള്ള ഒരു
ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അവരുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ബന്ധം കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ നിങ്ങളെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ പറയുന്നതും നിങ്ങളുടെ മനസ്സ് പറയുന്നതും രണ്ടായിരിക്കും. നിങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന്, ചിലപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലെന്ന്. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിന്നിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ കൂടി കാണും. ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ചോയ്സ് ആണോ നിങ്ങൾ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു കാർഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തിയുമായി, അത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ ടൈ ഉണ്ട്. ഓക്കെ, ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ പല ഇമോഷൻസും ഇരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തെങ്കിൽ പോലും അവരുടെ പല കാര്യങ്ങളും, അവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ഇപ്പോഴും സെറ്റിൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു എനർജി ഇപ്പോഴും സെറ്റിൽഡ് ആയിട്ടില്ല. അതുപോലെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ബ്ലോക്കേജ് ആയതുകൊണ്ട് തന്നെ, സോ നിങ്ങളുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സോ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഹീലാവാൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ നിങ്ങളിപ്പോൾ ഇംപേഷ്യൻ്റ് ആവുന്നുണ്ട്, അതായത് നിങ്ങൾ അക്ഷമരാകുന്നുണ്ട്, പലപ്പോഴും തിടുക്കം കൂട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നും എനിക്കൊന്നും ശരിയാവുന്നില്ല, എൻ്റെ ലൈഫിലൊന്നും വർക്ക് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ സ്ലോ പ്രോഗ്രസ്സുകളുണ്ട്. ആ പ്രോഗ്രസ് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വിത്തുകൾ നിങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഒരു വിത്ത് കിളുക്കുമോ എന്നറിയാൻ ഓരോ ദിവസവും അത് പറിച്ചു നോക്കുന്നത് പോലെയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിൽ വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളിപ്പോൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് നോക്കി. ഇപ്പോൾ 4 of Swords ആണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ കുറച്ച് മെൻ്റലി റെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഫിസിക്കലി റെസ്റ്റ് ചെയ്യല്ല, മാനസികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറയ്ക്കുക, അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് കുറയ്ക്കുക. നിങ്ങളൊരു പോസ് എടുക്കുക എന്നുള്ളതാണ്, ഒരു ഗ്യാപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു മെൻ്റൽ ഡീടോക്സിൻ്റെ സമയമാണ്. അതായത് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. ലൈക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും, ലൈക്ക് നിങ്ങളുടെ ചിന്തകൾക്ക്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, നിങ്ങളെ മെൻ്റലി സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മെൻ്റൽ ഡീടോക്സ് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയത്താണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതൊക്കെ നിർത്തുക, എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ആക്കുക, മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇമോഷണൽ ഹീലിംഗ് എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് നോക്കിയപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ ഹീലിംഗ് അവിടെയാണുള്ളത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് വിട്ടുകളയുക. ഓക്കെ, കാര്യങ്ങൾ മറ്റൊരു ആംഗിളിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും മറ്റൊരു ആംഗിളിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ വൂണ്ട്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടൊരു ദുഃഖം എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, വിട്ടുകളയുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെറും കാഴ്ചക്കാരായി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കി നിന്നിട്ടുണ്ടായിരിക്കും, അത് അങ്ങനെ തന്നെ വിട്ടുകളയുക. അത് സംഭവിച്ചു പോയ കാര്യമാണ്. ഓക്കെ, ഒരു വ്യക്തിയിൽ നിന്നുമുള്ള ഒരു ഔട്ട്കം നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ആ ഒരു വ്യക്തി എന്നോട് പെരുമാറി, ഇങ്ങനെ തന്നെ ആ ഒരു വ്യക്തി എനിക്ക് തരണം എന്നൊന്നും പ്രതീക്ഷിച്ച് നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ ഒരു സ്റ്റോപ്പ്, മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചാണ് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനൊക്കെ ഒരു സ്റ്റോപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഒന്നും ഫോഴ്സ്ഫുള്ളി ബലം പ്രയോഗിച്ച് ലൈഫിൽ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യണ്ട. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി വരേണ്ട ഒരു സമയത്ത് അത് വന്നിരിക്കും. സോ നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോഴുള്ള എനർജിയിൽ നിങ്ങൾക്ക് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജിയാണുള്ളത്. അതിൻ്റെ ഹീലിങ്ങിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് സ്വീകരിക്കുക, ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.